ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ പ്രസ് ചെയ്യാനും മറക്കല്ല കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ബേബി ക്രീമാണ് അപ്ലൈ ചെയ്യുന്നത്. കുറേ പേര് രസിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി എന്താ ക്രീമൊന്നും അപ്ലൈ ചെയ്യാറില്ല, അപ്പോൾ അതുകൊണ്ട് വാങ്ങിയതാണ്. കുഞ്ഞേ വാങ്ങിയിട്ടുള്ളൂ. എനിക്ക് അങ്ങനെ ക്രീമൊന്നും യൂസ് ചെയ്തിട്ട് ശീലമില്ല. ഞാൻ പൗഡർ മാത്രമേ ഇടാറുള്ളൂ. ഇടയ്ക്കിടയ്ക്കൊക്കെ എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളുടെ കയ്യിലുണ്ട് ഇങ്ങനത്തെ ക്രീം, അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യാറുണ്ട്. നല്ല തണുപ്പ് വരാണിത് ആദ്യം ഇടുമ്പോൾ. ഇഷ്ടമാണിത്. ഞാനൊരു ഡോട്ടായിട്ടാണ് ഇടാൻ കണ്ണടക്കാം. കരി മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് സ്റ്റിക്കറിൻ്റെ ഇതാണ് കേട്ടോ, പശ. അപ്പം നമ്മൾ നല്ലപോലെ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഈ ഒരു പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ക്രീം അപ്ലൈ ചെയ്തിട്ട് പൗഡർ ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ പോലെ ആയിരിക്കും, അത് പശയുള്ള പോലെ, എണ്ണ പശയുള്ള പോലെ ഇല്ല. ഇപ്പോൾ എൻ്റെ ഫേസ് ക്രീം ഇട്ടുകൊണ്ടാണ്. നല്ല മണമുള്ള പൗഡറാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തത്. കിട്ടിയില്ല പൗഡർ, അയ്യോ. ഇത് ഞാനിപ്പോൾ മറ്റേ ഇതില്ലേ ഇങ്ങനെ പഞ്ഞി, അത് ഉപയോഗിക്കുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് എന്തോ പോലെ ആയതുകൊണ്ട് ഞാൻ ടവൽ കൊണ്ടാണ് പൗഡർ ഇടുന്നത് കേട്ടോ. പൗഡർ ഇട്ടിട്ടാകുമ്പോൾ എണ്ണ പശ പോലെയുള്ളത് പോയിട്ടോ. ഇനി നമ്മൾക്ക് ഫസ്റ്റ് ഉള്ളിൽ ഒരു കൺമഷി അപ്ലൈ ചെയ്യാം. കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് തുറക്കാൻ കേട്ടോ. അയ്യോ, ഇത് പുതിയതാണ് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതൊന്ന് ഇട്ടെടുക്കാം. അപ്പോൾ നമ്മൾ ഉള്ളിൽ പുറത്ത് കുറച്ച് ഇട്ടിട്ടുണ്ട്, ഉള്ളിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളതിന് മീത്ത ഒരു പെൻസിൽ കൺമഷി വെച്ചിട്ട് എഴുതി കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ ഇട്ടിട്ട് ഇതങ്ങനെ പറ്റുന്നില്ല, അതുകൊണ്ട് ഞാൻ അമർത്തി ഇട്ടു കേട്ടോ. ഒരു ബ്രഷ് ആദ്യം വാങ്ങിയ പിന്നെ അപ്പോൾ അത് പൊട്ടി ഗൈസ്. പൊട്ടി ചെറുതായിട്ടുണ്ട്. ഇതാ അത്ര കട്ടിയിലിടുന്നത്. ഈ ഒരു ഷെയ്ഡാണ് ഇതിന് വരുന്നത് കണ്ടോ. നമ്മൾ കൺമഷി ഇട്ടിട്ടുണ്ട് കേട്ടോ, നല്ല പോലെ ആയിട്ടുണ്ടല്ലേ. നമുക്ക് വീണ്ടും പൗഡർ അപ്ലൈ ചെയ്തെടുക്കാം. കണ്ണിനാണ് കേട്ടോ. വീണ്ടും പൗഡർ ഇട്ടിട്ട് ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്തെടുക്കണം. ഈ ഒരു പെൻസിലിൻ്റെ കോൾ ഇങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോവാണ്. അത് രസമില്ല, കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവരും. രസമുണ്ടോയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എഴുതിയ ശേഷം എന്ത് ചെയ്യണം. നമ്മൾ പിരികെ എഴുതിയിട്ടുണ്ട്. ഇതിൽ പൗഡർ അപ്ലൈ ചെയ്യുന്നില്ല, ഞാൻ ഇട്ടിട്ട് മടുത്ത്, അതുകൊണ്ട് ഞാൻ ടവലുണ്ട് ഇത് റബ്ബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഐലൈനർ കണ്ണിന് മുകളിൽ ഇടാം. എനിക്ക് ഏതായാലും ക്യാമറ നോക്കി ഇട്ടാൽ നേരെ ആവത്തില്ല, അപ്പോൾ ഞാനൊന്ന് കണ്ണാടിയൊക്കെ ഇട്ടിട്ട് വരാവേ. നമ്മൾ കണ്ണ് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്കർ ഇടണം. സ്റ്റിക്കർ ബ്ലാക്ക് തന്നെയാണ് ഇടുന്നത്. എനിക്ക് ഈ സ്റ്റിക്കർ ഇട്ടാൽ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പശ പറ്റും, നല്ല പശയുള്ള സ്റ്റിക്കറായിരിക്കും. കുറേ പേര് വെച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി സെക്കൻഡ്സ് ഇടുക. ഞാൻ അച്ഛനമ്മോട് പറഞ്ഞിട്ടുണ്ട്
കുറച്ച് കഴിയായിട്ട് ഓണമൊക്കെ ആവട്ടെ അപ്പോൾ കുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണമല്ല, സോറി, എൻ്റെ ബർത്ത്ഡേ ആവട്ടെ, 10ാമത്തെ ബർത്ത്ഡേക്ക് പോലും കുത്തുന്നത്. നമുക്കിന്നൊരു സെറ്റായി എല്ലാം സെറ്റാകും. ഇപ്പോൾ കുറച്ച് പൗഡറിനും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാം ഒരുങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വരുന്നവരും ബൈ.